അത് ഒക്ടോബർ 20 ശേഷം മെസ്സി കേരളത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത് താങ്കളാണ്. ആദ്യം പിന്നെ പറഞ്ഞു നവംബറിൽ മെസ്സി കേരളത്തിലെത്തുമെന്ന് പറഞ്ഞു, അതും പറഞ്ഞത് താങ്കളാണ്. ഇപ്പൊ പറയുന്നു മെസ്സി വരുന്നില്ല എന്ന് പറഞ്ഞു. എന്താണ് സത്യത്തിൽ മെസ്സി വരുമോ അല്ലെ ഇല്ലയോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മെസ്സി എന്ന് പറയുന്നത് കേരളത്തിൽ കിടക്കുന്ന ഒരാളല്ല, ഇത് അർജന്റീനയിൽ കിടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തുമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ സംസാരിച്ചു. ഇനിയിപ്പോ മെസ്സി വരുന്നില്ല എന്ന് വെക്കുക, നിങ്ങൾ അങ്ങനെയാണല്ലോ വാർത്ത കൊടുത്തോളൂ, വാർത്ത അങ്ങനെ കൊടുത്തോളൂ, നമുക്ക് കുറ്റമൊന്നും പറയാനില്ല. എന്റെ ചാനലിൽ ഞാൻ ഇനിയും കൊടുക്കും മെസ്സി വരും, എന്റെ ചാനൽ എന്റെ ഇഷ്ടത്തിന് ചെയ്യും. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ മെസ്സി വന്നിട്ടില്ല എന്ന് കരുതുക, ആർക്ക് പോയി? എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, മെസ്സിക്ക് നഷ്ടപ്പെട്ടു. മെസ്സി ഇപ്പൊ കളിക്കുന്നത് ഏത് ലീഗിലാണ്? നിങ്ങളൊന്ന് പറ, ഏത് ലീഗിലാണ് മെസ്സി കളിക്കുന്നത്? അമേരിക്കയിലെ ആരും അറിയാത്ത ഇന്റർ മിയാമി ക്ലബിലൊക്കെ അല്ലേ കളിക്കുന്നത്. ഇവിടെ ഇപ്പൊ വരികയാണെങ്കിൽ കേരളത്തിൽ വരികയാണ്, ബേസിന്റെ ടീമിൽ കളിച്ചൂടെ? കേരള ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ അവസരങ്ങൾ നമുക്ക് മെസ്സിക്ക് വലിയ തുറന്നൊരു അവസരമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മെസ്സിക്ക് അങ്ങനെ ഒരു അവസരത്തിലേക്കാണ് മെസ്സി തട്ടിക്കളഞ്ഞോട്ടെ, അതിനുള്ള നടപടികളൊക്കെ ഞാൻ വേറെ എടുത്തോളാം. മെസ്സി എത്ര ഇനി അവരൊക്കെ കളിക്കുന്നുള്ളതേ ഞാൻ തീരുമാനിക്കും. മെസ്സി വരും എന്ന് പറഞ്ഞ് സർക്കാരും മരമുറി ചാനലും പല നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോ കേരളത്തിലടക്കം, അഥവാ കോഴിക്കോടും കലൂർ സ്റ്റേഡിയത്തിലും അങ്ങനെ പല നവീകരണ പ്രവർത്തന കോടികളുടെ പദ്ധതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം ഇപ്പോ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് വരെ മാറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊക്കെ ഒരു വൃഥാവലാവുന്ന പണിയല്ല ഇപ്പോൾ ചെയ്തത്. ചോദ്യമേ ആദ്യം തെറ്റാണ്, അത് തിരുത്തല്ല. മെസ്സി മാത്രമല്ല വരാൻ പോകുന്നത്, മെസ്സിയുടെ അർജന്റീൻ ടീം അടക്കം മുഴുവൻ ടീം അടക്കം മെസ്സിയുടെ ഫാമിലി, അമ്മായിന്റെ മോനെ, പിന്നെ അങ്ങനെ എല്ലാവരും ഒരുവിധം മെസ്സിയുടെ ഫാമിലി മൊത്തത്തിൽ നമ്മൾ കൊണ്ടുവരണമെന്ന് ഉദ്ദേശിച്ച വലിയൊരു പ്ലാനാണ്. ആ പ്ലാനിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? കലൂർ സ്റ്റേഡിയത്തിലടക്കം നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അർജന്റീന ടീം വരുന്നതിന്റെ ഭാഗമായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ കലൂർ സ്റ്റേഡിയത്തിൽ മാത്രം മാറ്റം വരുത്തിയത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഒരു സ്പോൺസർ എന്ന രീതിയിൽ എനിക്ക് ചെലവായ പൈസകൾ നിങ്ങൾ ഒന്ന് കണക്ക് കൂട്ടണം. ഞാൻ പറഞ്ഞുതരാം. മെസ്സിക്ക് ജേഴ്സി 7 മെസ്സിയുടെ കുഞ്ഞമ്മയുടെ മോന് 13 ജേഴ്സി, പിന്നെ മെസ്സിയുടെ 3 മക്കളെല്ലാവർക്കും കിട്ടി 8 ജേഴ്സി, പിന്നെ കുഞ്ഞമ്മയുടെ അമ്മായിയുടെ മോന്റെ മോന് 2 ജേഴ്സി, പിന്നെ വേറെ അങ്ങനെ പിന്നെ മെസ്സിയുടെ അച്ഛൻ പറഞ്ഞ 13 ജേഴ്സി, വീട്ടിലായിട്ട് എല്ലാവർക്കും ഒരു ജേഴ്സി വേണമെന്ന് പറഞ്ഞു, അങ്ങനെ ജേഴ്സി, അങ്ങനെ എല്ലാം കൂടെ 109 ജേഴ്സി നമ്മൾ അടിച്ചു. പിന്നെ അതേ മോഡൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ നിങ്ങൾ തെറ്റായ വാർത്തകൾ നിരന്തരം കൊടുക്കുമ്പോൾ ഇവിടുത്തെ അർജന്റീന ആരാധകരായിട്ടുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ബുദ്ധിമുട്ടിലാകുന്നത്. എന്താ വെച്ചാൽ മെസ്സി ഉപയോഗിച്ച് വേസ്റ്റ് ബാസ്കറ്റിലേക്ക് എറിഞ്ഞ ടിഷ്യൂ പേപ്പർ തൊടാൻ ആരാധകർക്ക് നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ 2310 രൂപയും വിത്ത് GST പ്ലസ് GST ആയിരുന്നു നമ്മൾ വാങ്ങാൻ വിചാരിച്ചത്. ഇതടക്കം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ അർജന്റീന ആരാധകർക്ക് ഉണ്ടാകുന്ന വലിയൊരു നഷ്ടമായിരുന്നു. ഇതൊക്കെ നിങ്ങൾ തെറ്റായ വാർത്തകൾ ജനങ്ങളിലേക്കും അർജന്റീനയിലേക്കും എത്തിച്ചത് കൊണ്ട് മാത്രം ഉണ്ടായ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പറയുന്നു താങ്കളും സർക്കാരും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. അടുത്ത ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ജനങ്ങളെ മെസ്സി വരും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെയും അർജന്റീൻ ആരാധകരെയും വിഡ്ഢികളാക്കുന്ന പണിയാണ് ഇപ്പോൾ സർക്കാരും താങ്കളും എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിവിടെ മെസ്സിനെ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് പലർക്കും കണ്ണിൽ പിടിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ഉത്തരമായേണ്ട ആവശ്യമില്ല. ഞാനത് ഓർക്കുക, ഇനിയും ഒരുപാട് ജനാലകൾ വഴിയിലൂടെ നമുക്ക് മെസ്സിനെ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഇനി കുറെ ചോദ്യങ്ങൾ, ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ മനസ്സില്ല.